യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ വാക്യം. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും. ചേർന്ന് പറഞ്ഞ ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും എന്ന് യേശുക്രിസ്തു ജനിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഭൃത്യൻ യേശുവിനെ കുറിച്ച് പ്രവചിച്ചതാണ്. എന്നാൽ കർത്താവായ യേശു ഈ ഭൂമിയിൽ ജനിച്ചു, തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് ക്രൂശിൽ മരിച്ചു. 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ അടുക്കലേക്ക് താൻ ചെന്നു. ആ യേശുവിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും. ചേർന്ന് പറഞ്ഞാട്ടെ, ആധിപത്യം യേശുവിൻ്റെ കയ്യിലാണ്. ആധിപത്യം യേശുവിൻ്റെ കരത്തിലാണ്. അതിനർത്ഥം എന്താന്ന് പറയാം, അതിൻ്റെ അർത്ഥം പറയാം. ആധിപത്യം ആരുടെ കൈകളിലാണ്? യേശുവിൻ്റെ. ഈ മത്തായിയുടെ സുവിശേഷം ആ വാക്യം എടുക്കണമെന്നില്ല, 28-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ കർത്താവ് പറയുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും അധികാരം, ഭൂമിയിലും അധികാരം. ചേർന്ന് പറഞ്ഞേ, സ്വർഗത്തിലും അധികാരം. ഇതിങ്ങനെ തുടർന്നാൽ ഒരു ഡെലിവറൻസ് മീറ്റിംഗ് ആവും. സ്തോത്രം. വചനം ഏറ്റെടുക്കുന്നവരുടെ ഉള്ളിൽ, അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകളെ തരാൻ കഴിയുന്ന വചനമാണ്. ഞാനിന്ന് കർത്താവായ യേശുവിനെ കുറിച്ചും കൂടെ പറയുന്നത്, എവിടെ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് യേശുവാണെങ്കിൽ അവനാണ് സർവശക്തൻ. ആ കർത്താവാണ് സർവശക്തനായവൻ. കാര്യം, ദൈവത്തിനല്ലാതെ സർവശക്തൻ എന്നുള്ളൊരു പേര് വേറെ ആർക്കും കൊടുക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു കാര്യത്തെ ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്ന ഒരാളല്ല സർവശക്തൻ. സകലതും താൻ ഇച്ഛിക്കുന്നത് പ്രവർത്തിക്കുവാൻ കഴിയുന്ന സർവശക്തനായിരിക്കുന്ന ഒരു കർത്താവ്, ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു എന്ന ഏക രക്ഷകനാകയാൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. യെസ്, സർവശക്തനായ ദൈവം. ഈ യേശുവിന് ഈ ദൈവം എന്ന് അല്ലെങ്കിൽ സർവശക്തൻ എന്ന് കൊടുത്തിരിക്കുന്ന യേശുവിനെ കുറിച്ചിട്ടുള്ള കാര്യം പഴയ നിയമത്തിൽ യഹോവയായ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വേഗത്തിലൊന്ന് വായിച്ചിട്ട് നമ്മുടെ ചിന്തകളിലേക്ക് മടങ്ങി വരാം. ശ്രദ്ധിച്ചാട്ടെ പ്രാർത്ഥനയോടെ. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഞാൻ സർവശക്തനായ ദൈവം അല്ലെങ്കിൽ സർവശക്തിയുള്ള ദൈവമാകുന്നു. നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. മതി. ഇവിടെ അബ്രഹാമിന്റെ മുൻപിൽ വെളിപ്പെട്ട ദൈവം എങ്ങനെയുള്ള ദൈവമായിരുന്നു? സർവശക്തനായ ദൈവമാണ്. ഉച്ചാർന്ന് കർത്താവിന് സ്തോത്രം ചെയ്തെന്ന് പറഞ്ഞാട്ടെ, അവൻ സർവശക്തനായ ദൈവമാണ്. അവൻ എന്തെങ്കിലും ഒരു കാര്യം ഇച്ഛിച്ചാൽ, അവൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് പ്ലാൻ ചെയ്താൽ ആരുടെയും സഹായം ആവശ്യമില്ല. അതിനെ ആർക്കും തടയാനും കഴിയത്തില്ല. അവൻ എന്ത് പ്ലാൻ ചെയ്യുന്നുവോ അതങ്ങനെ തന്നെ ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു സർവശക്തനായിരിക്കുന്ന ഒരു ദൈവമാണ് അബ്രഹാമിന്റെ ദൈവം. ഒരു ദൈവമാണ് ഇസ്ഹാക്കിന്റെ ദൈവം. ഒരു ദൈവമാണ് യാക്കോബിന്റെ ദൈവം. ആ
ആകയാൽ ഇന്നു പകൽ ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം ഈ സർവശക്തനായ ദൈവത്തെയാകയാൽ ഈ ദൈവം വേഷത്തിൽ മനുഷ്യനായി സമയത്തിന്റെ തികവിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ പോലെ ഒരുവനായി അവൻ ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു പോയ സ്വർഗത്തിലെ കർത്താവ് തന്റെ സഭയെ ചേർക്കാൻ വീണ്ടും വരുമെന്ന് വാഗ്ദത്തം ചെയ്ത സകല പ്രവർത്തികളെയും തടയാൻ ആർക്കും സാധ്യമായില്ല. അവനാണ് സർവശക്തൻ. താൻ എന്തിച്ഛിക്കുന്നുവോ അത് പ്രവർത്തിക്കുവാൻ കഴിവുള്ളവൻ. താൻ എന്ത് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നതുവോ അതിനെ ആർക്കും തടയാൻ കഴിയാത്ത വിധം അതിനെ പ്രവർത്തിക്കുന്നവൻ. അവനാണ് സർവശക്തനായിരിക്കുന്ന ദൈവം. അബ്രഹാമിന്റെ മുൻപിൽ വെളിപ്പെട്ട ഈ ദൈവം, സ്തോത്രം, വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ ഒരു ദിവസം പിറന്നു. ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പിറന്നതായിരിക്കുന്ന ഈ കർത്താവിനെ കുറിച്ച് പിറക്കുന്നതിന് മുൻപേ യെശയ്യാ പ്രവാചകൻ എന്ന് പറയുന്ന ദൈവത്തിന്റെ പ്രവാചകൻ ദീർഘവീക്ഷണത്തിൽ പറഞ്ഞു, ആധിപത്യം ജനിക്കാൻ പോകുന്ന യേശു ക്രിസ്തുവിൽ ഉണ്ടായിരിക്കും, അവന്റെ തോളിലിരിക്കും. സ്തോത്രം. ആധിപത്യം യേശുവിന്റെ കരങ്ങളിലാണ്. നമുക്കറിയാവുന്ന ഒരു ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം കൂടെ വായിച്ച് ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. യെസ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനം, ഈ കർത്താവായ യേശുവാകുന്ന വചനം ദൈവമായിരുന്നു. ഇവിടൊക്കെ നോക്കിയാൽ പഴയ നിയമ യഹോവയായ ദൈവത്തെ യേശു തന്നോട് താരതമ്യം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 10:30 വാക്യം. ആമേൻ. 10-ാം അധ്യായം 30-ാമത്തെ വാക്യം. ഞാനും പിതാവും ഒന്നാകുന്നു. കർത്താവായ യേശു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാണ്. ഞാൻ തന്നെയാണ് പിതാവ്. അതിനർത്ഥം എന്താ? പിതാവായ ദൈവം ഭൂമിയിൽ പുത്രനായി അവതരിച്ചു. അതുകൊണ്ടാണ് ഏകനായ ദൈവം എന്ന് നാം വിളിക്കുന്നത്. തങ്ങളുടെ ഡ്യൂട്ടിയിൽ അല്ലെങ്കിൽ ആളത്വങ്ങളിൽ 3 പേരെ നമുക്ക് കാണാമെങ്കിലും, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ 3 പേരെ കാണാമെങ്കിലും, യേശുവിൻ്റെ അവകാശ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ് ഞാനും പിതാവും ഒന്നാണ്. അപ്പൊ പിതാവ് സർവശക്തനായതുപോലെ താനും സർവശക്തനായ ദൈവമാണ്. ആ രക്ഷകനെ ഒന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്ത്, ആ രക്ഷകനെ ഒന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്ത്, സർവശക്തൻ. ഇന്നു പകൽ നമ്മുടെ അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് സർവശക്തനായ ദൈവം വെളിപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിലേക്കും സർവശക്തനായ ദൈവം വെളിപ്പെടുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? തലമുറകളില്ലാതെ ദീർഘവർഷങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ നിന്നെ അനുഭവിച്ചുകൊണ്ട്, പരിഹാസങ്ങൾ അനുഭവിച്ചുകൊണ്ട്, തലമുറകൾ ഉണ്ടാകുവാൻ സാധ്യതയില്ലാത്ത ജീവിത സാഹചര്യത്തിന്റെ നടുവിൽ തന്റെ ഭക്തനായിരിക്കുമ്പോൾ അവന്റെ മുൻപിൽ പ്രത്യക്ഷനായിട്ട് ഈ സർവശക്തനായ ദൈവം പറയുകയാണ്, ഞാൻ സർവശക്തനായ ദൈവമാണ്. അർത്ഥം, എന്തൊക്കെയാണോ നിനക്ക് നിന്ദിക്കപ്പെടുവാൻ കാരണമായത്, നിനക്ക് തലമുറകളില്ല, പക്ഷെ തലമുറ നൽകി തരാൻ അവൻ ശക്തനാണ്. പരിമിതികൾ നിനക്കുണ്ട്, പരിമിതികൾക്കപ്പുറത്ത് പ്രവർത്തിക്കുവാൻ ഈ ദൈവം ശക്തനാണ്. അങ്ങനൊരു ദൈവത്തെ ഇന്ന് പകലില് ആരാധിക്കാൻ ലഭിച്ചത് തന്റെ ജനത്തിന്റെ ഭാഗ്യമാണ്. പിതാവ് എങ്ങനെ ഇരിക്കുന്നു, ഈ പിതാവ് ഇരിക്കുന്നത് പോലെ തന്നെയാണ് പുത്രനുമായിരിക്കുന്നത്. താനും യേശുവും പിതാവും ഒന്നാണ്. താനും പിതാവും ഒന്നാണ്.
ഹല്ലേലൂയ. സർവശക്തനായ ദൈവം പിതാവ് എത്രത്തോളം സർവശക്തനാണോ അത്രത്തോളം സർവശക്തൻ തന്നെയാണ് ഈ കർത്താവായ യേശു. അതിന് പരിമിതികളില്ല, ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിയത്തില്ല. സർവശക്തൻ എന്ന് പറഞ്ഞാൽ പരിമിതികളില്ലാത്ത ദൈവം. സ്തോത്രം. ഒരു പരിമിതിയും അവനില്ല. നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ അവന് പരിമിതികളില്ല. നിങ്ങളെ നടത്തുവാൻ അവന് പരിമിതികളില്ല. നിങ്ങളെ സ്വർഗത്തിലെ ദൈവത്തിൽ വീണ്ടെടുക്കുവാൻ അവനിപ്പോൾ പരിമിതികളില്ല. നിങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ ആരുടെയും സഹായം ആവശ്യമില്ല. നിങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന പരിമിതികളില്ലാത്ത ദൈവം സർവശക്തനായ ദൈവമാണ്. യേശുവേ സ്തോത്രം, സ്തോത്രം.